തിരുവനന്തപുരം വർക്കലയിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. റാത്തിക്കൽ സ്വദേശിനി നാസിയയാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് നാസിയയെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വെറും 19 വയസ്സായിട്ടുള്ളൂ ഈ ഒരു കുട്ടിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. 19 വയസ്സായിട്ടുള്ള ഈ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം ആയപ്പോഴേക്കും ഈ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സ് അത്രത്തോളം തകർന്നടിഞ്ഞത് കാരണം കൊണ്ടായിരിക്കണം ആ ഒരു കുട്ടി ആത്മഹത്യ മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ എന്ന് ഇവിടെ കരുതിയിട്ട് അവളൊരു പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ. അതിന്റെ ബാക്കിൽ കുറെ കാര്യങ്ങൾ ചിന്തിക്കാണ്ടാവും. ഒരു പക്ഷേ ആ പെൺകുട്ടി ചിലപ്പോൾ കല്യാണത്തിന് എതിർത്തിട്ടുണ്ടാവും. എനിക്കിപ്പോൾ തന്നെ കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം, എനിക്ക് ജോലിക്ക് ഇവിടെ പോകണം, 10 രൂപ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു പക്ഷേ സ്വന്തം പേരക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പേരക്കാരതിന് സമ്മതിക്കാതെ പേരക്കാരുടെ നിർബന്ധത്തിന് ഇവിടെ വാങ്ങി ഇവിടെ കൊടുത്തതായിരിക്കാം. പെരക്കാരുടെ നിർബന്ധത്തിന് വാങ്ങി കൊടുത്തിട്ട് എന്ത് ചെയ്തായിരിക്കും പേരക്കാർക്കും വേണ്ടിയിട്ട് കല്യാണം കഴിച്ചതായിരിക്കാം. അങ്ങനെയൊക്കെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വിടുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഭർത്താവിന്റെ പേരിൽ എന്ത് സമാധാനമായിരിക്കും ഉണ്ടാവില്ലേ? ഒന്ന് ആലോചിക്ക്, 19 വയസ്സാണ്. ഇത് 98 അതല്ലാതെ 85 75 കാലൊന്നല്ലല്ലോ. ഇന്ന് 19ാമത്തെ വയസ്സിൽ തന്നെ കല്യാണം കഴിപ്പിച്ചാൽ ചെറുപ്രായമല്ലേ? ചെറുപ്രായമാണ്. പഠിക്കണ പ്രായമാണ്. ജോലി ചെയ്യുന്ന പ്രായമാണ്. പഠിക്കണ പ്രായമാണ് മെയിന്. പഠിക്കണ പ്രായം. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടൂടെ? ഇപ്പം തന്നെ എന്തിനീ 19ാമത്തെ വയസ്സിൽ തന്നെ എന്തിനാണ് ഇതേമാതിരി ഓരോ പെൺകുട്ടികളുടെയും ഇഷ്ടമില്ലാതെ ഓരോ പെൺകുട്ടികളെയും അടിച്ചേൽപ്പിച്ച് കണ്ടിപ്പിക്കാണ്ട് കല്യാണം വിവാഹം കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യിപ്പിച്ച് ഇവിടെ കൊടുത്തിട്ട് സ്വന്തം പെരക്കാരിൽ തന്നെ നഷ്ടങ്ങൾ എന്തിനാണ് ഇവിടെ ഏറ്റുപാടെ വാങ്ങുന്നത്? ആ ഏതൊരു പെണ്ണായിക്കോട്ടെ കല്യാണപ്രായം എത്തിയാൽ ആദ്യം ആ പെണ്ണിനോട് ചോദിക്കണം, കല്യാണത്തിന് സമ്മതമാണോ? സമ്മതമാണ്, 100% സമ്മതമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ച് ഇവിടെ കൊടുക്കുക. അല്ല ഇനി അവൾക്ക് അഫയർ വല്ല കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവളോട് ചോദിക്കുക. അവളുടെ സന്തോഷത്തിനനുസരിച്ചുള്ള വിവാഹം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ മക്കൾ കാലാകാലം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുവരേക്കും തീറ്റിപ്പോറ്റി വളർത്തി വലുതാക്കിയതൊക്കെ ഇതേമാതിരി ആത്മഹത്യയിൽ അവിടെ നശിച്ചങ്ങോട്ട് പോകും. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഞാൻ അവിടെ ചിന്തിച്ചത് അതാണ്. ഇന്നത്തെ കാലമാണ്. വെറും 19 വയസ്സിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ട ആവശ്യം തന്നെ എന്തിനാ പത്ര വലിയ അർജന്റ്? പഠിക്കുന്ന പ്രായം, ജോലി ചെയ്യുന്ന പ്രായം, ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും, കുട്ടികളായിരിക്കും. ആ കുട്ടികളൊക്കെ പെങ്ങൾ ഇതേപോലെ അടിച്ചേൽപ്പിച്ചാൽ ആ പെൺകുട്ടികളുടെ മനസ്സിവിടെ തകർന്നാൽ അവർ അവസാനം ചൂസിങ് ചെയ്യുന്ന സംഭവം ഇതെങ്ങനെ ആത്മഹത്യയാണ്.